പരീക്ഷയ്ക്ക് കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റിന് വന്നൊരു ചോദ്യമായിരുന്നു ഇതല്ലേ. ഇത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, 5/9 ആണ് ഷെയ്ഡഡ് പോർഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏരിയ 27 cm² തന്നത് നമുക്കറിയാം. ഡയറക്റ്റ് 27 × 5/9 അടിച്ചാലില്ല, നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും 15. അതെങ്ങനെയാണ് കിട്ടുന്നത്? 9 ഒരു പ്രാവശ്യം, 27 9 3 പ്രാവശ്യം, 3 5 15. നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞ എങ്ങനെയാണ്, 27 പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3, ഒരു ഷെയ്ഡഡ് പോർഷൻ 3 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 5 ഷെയ്ഡഡ് പോർഷനാണുള്ള, അപ്പോൾ 3 × 5 15. അങ്ങനെ കിട്ടിയാൽ ഉത്തരം ശരിയായാൽ മതി. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞില്ല, പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുന്നത്. യെസ്, എങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എടുത്തു. ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിനെ പീസാക്കി അല്ലേ. അപ്പോൾ ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്, മൊത്തം കൂട്ടിയാൽ ഫുള്ളായി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇനി നമ്മൾ പറഞ്ഞു പിന്നെ 1/3 × 1/6 എത്രയാണ് അല്ലേ. പിന്നെ ഇത് രണ്ടും കൂട്ടുമൊന്നും ചെയ്യാറ്. 1 × 1 1. 3 × 3, അതായത് പിന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 18. ഓക്കെ, ഇത് 6ഉം 3ഉം കൂട്ടിയിട്ട് 1/9 എഴുതിയ ആൾക്കാരുണ്ട്. ഇനി അടുത്തൊരു കാര്യം പറയാം. ഇനി അടുത്ത 1/2 × 1/4 എത്രയാണ്? 1/2 × 1/4 1/8 കിട്ടിയില്ലേ. ഇനി അടുത്ത ഒരു ചോദ്യം പറയാം. 1/5 × 1/8. 8 5 40. 1/40 കിട്ടും അല്ലേ. ഇനി അടുത്ത 1/5 × 1/3 എത്ര കിട്ടും? 1/15 കിട്ടും. പിന്നെയോ അടുത്ത 1/5 × 2/3 അതെത്ര കിട്ടും? 1 × 2 2. പിന്നെയോ 5 × 3 15. 2/15. ഇതാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലേ, ഇതിൽ ഒരു പീസ് എന്ന് പറയുന്നത് 1/3 ആണ് അല്ലേ. പിന്നെയോ ഇവിടെ ഇതോ 1/5 അല്ലേ. 5ൽ ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് പിന്നെ ഇത് 1/5 ആണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൽ ഇത് മൊത്തം എത്ര പീസാവും? ഇത് 5 × 3 15 പീസാണ് ടോട്ടൽ. 1 2 3 4 5. ഇവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുമോ 5 ഉണ്ടാവും. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ എന്തുണ്ടാവും? 5 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 15. അപ്പോൾ ഒറ്റ പീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/15 ആയിരിക്കും. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ 2 ഉണ്ട് അല്ലേ. ഈ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ട്? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8. ഇവിടെ 8 ഉണ്ട് അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 മോർ ആണ് അല്ലേ. 6 മോർ, 2നേക്കാളും 6 മോർ ആണ്. ഇനി 8ൻ്റെ ഇതിൽ നമ്മൾ 2 പറയുകയാണെങ്കിലോ 6 ലെസ്, 6 കുറവാണ് 8നേക്കാളും. ഇനി നമ്മളത് ടൈംസിലേക്ക് പറയുകയാണ്. 2ൻ്റെ എത്ര ടൈംസ് ആണ് 8? അപ്പോൾ 2ൻ്റെ 4 ടൈംസ് ആണ് 8 അല്ലേ. 2 × 4 ആണ് 8 വരുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പറയുകയാണ്. 8ൻ്റെ പിന്നെ എങ്ങനെയാണ് 2 വരിക? 8ൻ്റെ 1/4 പാർട്ടാണ് 2 എന്ന് പറയുന്നത്. 8ൻ്റെ 1/4 പാർട്ടാണ് 2 എന്ന് പറയുന്നത് അല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ ഡമ്പലിൻ്റെ വിഷയം പറയുകയാണ്. ഇവിടെ ഏതാ ഉള്ളത്? ഇവിടെ 5 കിലോഗ്രാമിൻ്റെ ഒരു ഡമ്പലുണ്ട്. ഇവിടെ 15 കിലോഗ്രാമിൻ്റെ ഡമ്പലുണ്ട്. 5നേക്കാളും എത്ര മോറാണ്? 5നേക്കാളും 10 മോറാണ്. പിന്നെയോ 15നേക്കാളും എത്ര ലെസ്സാണ്? 15നേക്കാളും 10 ലെസ്സാണ്. ഇനി നമ്മൾ ടൈംസിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണ്. ടൈംസിൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ 5നേക്കാളും എത്ര ടൈംസാണ് 15 എന്ന് പറയുന്നത്? 3 ടൈംസാണ്. ഇനി നമ്മൾ പിന്നെ 15നേക്കാളും എത്ര പിന്നെ പാർട്ടാണ് 5 എന്ന് പറയുന്നത്? 15ൻ്റെ 1/3 പാർട്ടാണ് എന്ത് പറയുന്നത്? 5 എന്ന് പറയുന്നത് അല്ല. 15ൻ്റെ 1/3 പാർട്ടാണ്. ഇത് ക്ലിയർ അല്ലേ? പാർട്ടും പിന്നെ നമ്മുടെ ടൈംസും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റെസിപ്രോക്കലിൻ്റെ ശരിയായ കാര്യങ്ങൾ പറയുകയാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, A/B എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രാക്ഷൻ എഴുതുന്നത്. ഇനി അതല്ല P/Q എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചിടലാണ് ശരിക്ക്. A/Bൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് B/A ആണ്. P/Qൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് Q/P ആണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരാൾ അടിയിൽ 1 ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. എൻ്റെ അടിയിൽ 1 ഉണ്ട്. ഇപ്പം വെറും ഒരു 10 എഴുതുകയാണെങ്കിൽ 10ൻ്റെ അടിയിൽ 1 ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ചിടുകയാണെങ്കിൽ 1/10 എന്ന് വരും. അപ്പോൾ അതുപോലെ തന്നെ A/B എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്? തിരിച്ചിടുകയാണ്. റെസിപ്രോക്കൽ, വിൽക്രം എന്നൊക്കെയാണ് ഇനി മലയാളത്തിൽ പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ 1/A/B ആക്കുകയാണ്. 1/A/B ആക്കുകയാണ്.
1 ഡിവൈഡഡ് ബൈ എ ബൈ ബി എന്ന് പറയുമ്പോൾ ബി ബൈ എ എന്ന് പറയും. ഇത് തിരിഞ്ഞു വരും. ഇത് മറ്റേത് കത്തിയാലാണ് ഇത് കറക്റ്റ് കിട്ടും. ഇത് ഒന്നുമില്ല. 3/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എത്രയാണ്? തിരിച്ചാൽ കിട്ടാൽ മതി. 2/3 ആണ്. ഇനിയോ 1/3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എത്രയാ? 1/3ൻ്റെ റെസിപ്രോക്കൽ. യെസ്, ജസ്റ്റ് ഒന്ന് നോക്കൂ. 1/3ൻ്റെ റെസിപ്രോക്കൽ എത്രയാ? 1/3 എന്ന് പറയുന്നതിനെ തിരിച്ചിട്ടാൽ കിട്ടാൽ മതി. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/3 ആണ്. ഇനി അടുത്തൊരു കാര്യം പറയാണ്. 3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി 1/3ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 3 ആണ്. പിന്നെയോ അപ്പോൾ അങ്ങനെ തിരിച്ചിടുക എന്ന് പറഞ്ഞില്ല. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു നമ്പറും ആ നമ്പറിൻ്റെ റെസിപ്രോക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ 1. യെസ്, നോക്കൂ. 4ൻ്റെ റെസിപ്രോക്കൽ 1/4. അപ്പോൾ 4 × 1/4 1 കിട്ടും. 2/5ൻ്റെ റെസിപ്രോക്കൽ 5/2. 5/2 1 കിട്ടും. എങ്ങനെയാണ് 1 കിട്ടുന്നത്? 2ൽ 2 ഒരു പ്രാവശ്യം, 2ൽ 2 ഒരു പ്രാവശ്യം, 5ൽ 5 ഒരു പ്രാവശ്യം, 5ൽ 5 ഒരു പ്രാവശ്യം. 1/1 × 1/1. ഇതാ 1 × 1 1/1 ആണ് ശരിക്കും 1 എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ അടിയിൽ 1. ഇതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് എന്തിനാണെന്നറിയാമോ? നമ്മളോട് പറയാണ് പിന്നെ 16 ഡിവൈഡഡ് ബൈ 1/3 എന്ന് പറയാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇനി 16 ഡിവൈഡഡ് ബൈ 2/3 എന്ന് പറയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 16 ഡിവൈഡഡ് ബൈ 1/3 നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയുമോ? 16 ഗുണിക്കണം എന്ന് എഴുതാം. പക്ഷേങ്കിൽ ഈ ഒരു സാധനം തിരിഞ്ഞെങ്കിൽ വരണോ? ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കണം ഇവിടെ വരേണ്ടത്. 3/1 അല്ലെങ്കിൽ 3. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എന്താ പറയുക ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലൈ ആക്കണമെങ്കിൽ ഒരു നമ്പർ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. ആ നമ്പർ തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഉത്തരം ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് ഇവിടെ സിമ്പിളസ്റ്റ് ചെയ്യാം. 2ൽ 2 ഒരു പ്രാവശ്യം, 16ൽ 2 8 പ്രാവശ്യം, 8 ഗുണിക്കണം 3 എത്രയാണ്? 24. ഇനി കുറച്ച് ഫ്രാക്ഷൻ ഡെസിമൽ ആക്കുന്നതും ഡെസിമൽ ഫ്രാക്ഷൻ ആക്കുന്നതും അതിൻ്റെ എഡിഷന് മാത്രം പറയും. ഓക്കെ.